നമ്മുടെ ആദില രാവിലെ തൊട്ട് തന്നെ ദേഷ്യം പിടിച്ച് നടക്കുകയാണ്, ജോലി ചെയ്യാൻ വയ്യ. കാരണം ആദില ഓൾറെഡി ഒരു മടിച്ചാണ്. അപ്പോൾ അനുമോൾ പല പ്രാവശ്യം മീറ്റിങ്ങിൻ്റെ സമയത്തും അല്ലാതെയൊക്കെ നൂറേൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവൾ ഭയങ്കര മടിച്ചാണ്, നീ ഇവളുടെ അടുത്ത് പ്രത്യേകം പറയണം എൻ്റെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൂറ ആദിലിനെ വഴക്ക് പറയുന്നുണ്ട്, നീ ജോലി ചെയ്യണം, മടി പിടിച്ച് കിടക്കരുത്, കൈവേദനയാ കാൽവേദനയാന്ന് പറഞ്ഞിട്ട് കിടക്കാൻ പാടില്ല. അനുമോൾ കിച്ചണിൽ ഫുൾ ടൈം നിൽക്കും, പക്ഷേ നീ അങ്ങനെയല്ല, നീ അങ്ങനെ നിൽക്കാറില്ല എന്ന് പറയുന്നു. അപ്പം ആദിലേക്ക് ഭയങ്കര ഈഗോ ഹർട്ടായി. ആദിലേക്ക് ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഭയങ്കര ഈഗോ ഹർട്ടാവുന്ന ആളാണ്. അപ്പോൾ ആദില ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം പണിയെടുക്കാതെ മനഃപൂർവ്വം വന്ന് ബീൻ ബാഗിൽ കിടക്കുകയാണ്. അപ്പം അനുമോളും അനീഷേട്ടനും കുറേ വട്ടം വിളിക്കുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടനാണ് അനുമോളെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വേറെ കിച്ചണിലുണ്ടായിരുന്ന രണ്ടുപേരും അവിടെ ഇല്ല. അപ്പോൾ അതിൽ പറയുന്നു, ഞാൻ വരത്തില്ല, എന്നെ ക്യാപ്റ്റൻ വിളിച്ചാൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നൂറ് അവിടെ ഇരുന്ന് ചെന്നിട്ട് പറയുകയാണ്, ഞാനാണ് ക്യാപ്റ്റൻ, ഞാനാണ് പറയുന്നത്, നീ പോയി ജോലി ചെയ്യും. അപ്പോൾ ഉടനെ തന്നെ ആദില, എനിക്ക് ഉമ്മ തന്നാലേ ഞാൻ പോകുമെന്ന് നമ്മുടെ നൂറയോട് പറയണേ. നൂറ് അന്നേരം ഇങ്ങനെ ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു. അത് പറ്റില്ല. നൂറ് ഇങ്ങനെ പെതുക്കെ പറയാണ്, ഇനി ഒന്ന് എഴുന്നേറ്റ് പോകും. അപ്പോൾ അതിലേയും പെതുക്കെ പറയണം, നീ എനിക്ക് ഉമ്മ തന്നാലേ പോകത്തുള്ളൂ, അവരവിടെ കിടന്ന് വിളിക്കും, ഞാൻ പോയില്ല. അപ്പോൾ നൂറ് പറയണം, നീ കുറച്ചെങ്കിലും ക്യാപ്റ്റന് വില തരണം, നീ ഞാൻ പറയുന്നത് നീ കേൾക്കണം എന്ന് പറയണം. അപ്പോൾ അതിൽ വാശി പിടിച്ച് അവിടെ കിടക്കുകയാണ്, എനിക്ക് ഉമ്മ തന്നാലേ ഞാൻ പോകും എന്നുള്ള രീതിയിൽ. ശരിക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റൊമാൻസ് ചെയ്യുന്ന പോലെയാണ് അവർ. അങ്ങനെ കുറേ നേരം സായി കേട്ട് നൂറ് എഴുന്നേറ്റ് അതിലൂടെ അടുത്ത് ചെന്നിട്ട് ഫ്ലൈയിങ് കിസ് ഇങ്ങനെ കയ്യിൽ കൊടുക്കുന്നു, മുഖത്ത് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അതിൽ പറയണം, ഇതൊന്നും എനിക്ക് പറ്റില്ല, ഇവർ ആരും എന്നെ വിളിച്ചാലും ഞാൻ പോയില്ല, ഇപ്പം നീ എനിക്ക് ഉമ്മ തന്നെ ഈ വീക്ക് ഫുള്ളും നീ പറയുന്നത് ഞാൻ കേൾക്കാം, ഉറപ്പായിട്ടും ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റിൽ അതിലെൻ്റെ അടുത്ത് തോറ്റു നൂറ. ആതിരയുടെ ഫേസിൽ ഉമ്മ കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് അതിൽ എഴുന്നേറ്റ് പോയിട്ട് അനുമോളെ ഹെൽപ്പ് ചെയ്യാനും ജോലി ചെയ്യാനും വേണ്ടി സഹായിക്കാൻ പോയത്.